ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് സിപിഐ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ ടി.ജെ. ആഞ്ചലോസ് പറഞ്ഞു. അടിമാലിയിൽ നടന്ന സിപിഐ മണ്ഡലം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് സിപിഐ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ ടി.ജെ. ആഞ്ചലോസ് പറഞ്ഞു. അടിമാലിയിൽ നടന്ന സിപിഐ മണ്ഡലം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്വവും ജനാധിപത്യവും RSS നിയന്ത്രണത്തിലുള്ള ബിജെപി അംഗീകരിക്കുന്നില്ല. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീനിലെ 65,000-ലേറെ പേർ കൊല ചെയ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ നിസ്സംഗത പാലിക്കുകയാണ്. മണിപ്പൂരിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. സംഘപരിവാർ ഭീകരതയാണിത്. ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ വിശാല മുന്നണി ഉണ്ടാകണമെന്നും ഈ ദുർഭരണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ക്ഷേമനിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പെൻഷന്റെ കുടിശ്ശിക വളരെ സജീവമായി ചർച്ച ചെയ്യുകയുണ്ടായി. അതിശക്തമായ സെക്രട്ടേറിയറ്റ് മാർച്ച് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ അടിസ്ഥാന മേഖലകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള മാറ്റം നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാനിന്ന് ജില്ലാ സെക്രട്ടറിയുടെ അവസാനം വായിച്ചു. വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായി ഇടുക്കി ജില്ലയിൽ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ മനുഷ്യനാണ് ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കുന്നത്. ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് പൊതുസമൂഹം നല്ല അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. റവന്യൂ വകുപ്പ് ആ കാര്യത്തിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും പാവപ്പെട്ട മനുഷ്യർക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവ്വദേശീയ, ദേശീയ, സംസ്ഥാന രാഷ്ട്രീയം മാത്രമല്ല പ്രാദേശിക വിഷയങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് നമുക്ക് സംഘടിപ്പിക്കുന്നത്. ടി.ജെ. ആൽബർട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി കെ.എം. ഷാജി, ജില്ലാ സെക്രട്ടറി കെ.എം. സലീംകുമാറിന് പ്രവർത്തന ഫണ്ട് കൈമാറി. വി.ആർ. പ്രമോദ്, സന്തോഷ് വയലിങ്കർ എന്നിവർ പങ്കെടുത്തു. ജയ മധു സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.